ഇവിടെയും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടി ഇല്ലാതെ തന്നെ ക്ലൈമാക്സ് ചിത്രീകരിച്ചു. അന്ന് മുതൽ ഹരിഹരൻ മമ്മൂട്ടിയെ തൻ്റെ പടങ്ങളിൽ കാസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ വടക്കൻ വീരഗാഥ തുടങ്ങുമെന്ന് അറിഞ്ഞപ്പോൾ അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. എം ടിയുടെ ശിഷ്യൻ കൂടിയാണെന്ന് അവകാശപ്പെടുകയാണല്ലോ മമ്മൂട്ടി. അങ്ങനെ എം ടിയെ വിളിക്കുന്നു. അപ്പോൾ എം ടി പറഞ്ഞു സംഭവിച്ചാൽ ഞാൻ ഹരനായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹരിഹരൻ നേരിട്ട് വിളിക്കാനും മമ്മൂട്ടിക്ക് ധൈര്യമില്ല. ഹരിഹരൻ നോ പറയും എന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പം ഞാനും ഹരിഹരൻ സാറിന് നല്ല അടുപ്പമുണ്ടെന്നറിയാം. ഇപ്പം ഞങ്ങൾ അന്ന് കോഴിക്കോടുണ്ട്. മമ്മൂട്ടി അവിടെ കോഴിക്കോട് അഭിനയിക്കാൻ വേറെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം അവിടുത്തെ അളകാപുരി ഹോട്ടലിലാണ് സ്ഥിര താമസം. അവിടുത്തെ സൂട്ടിലാണ് താമസിക്കുന്നത്. നമ്മൾ നല്ല ഫ്രണ്ട്ലി, എപ്പോഴും ഒരു നല്ല സുഹൃത്താണ്. നമുക്ക് ഏത് കാര്യവും എപ്പോഴും ചോദിക്കാവുന്നൊരു നല്ല സംവിധായകനാണെന്ന് ആലോചിക്കണം. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് ഇത്ര നല്ല സംവിധായകനായിട്ട് പോലും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തതിനെ കുറിച്ച് മാത്രമേ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഒരു പരാതി പോലെ സ്നേഹപൂർവ്വ പരാതി പറയാറുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്നുമ്പോൾ അവിടെ എം ജി സോമനുണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ. സോമേട്ടൻ്റെ അവിടെ ഞാൻ വെറുതെ വന്നതാണ്, ഞാൻ ചാൻസ് ഒന്നും ചോദിച്ചു വന്നതല്ല. ഹരിഹരൻ്റെ പടത്തിന് അത് ഇല്ലെന്നറിയാമല്ലോ. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ മാറ്റിയിരുത്തി പറഞ്ഞിങ്ങനെ ഒരു പടത്തിൽ മമ്മൂട്ടിക്ക് ഈ റോളിൽ ഒരു അഭിനയിച്ച കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് വികടകവിയിൽ മുങ്ങിയ ഒരാളാണ് അവൻ.